കുട്ടിയെ വിവാഹം ചെയ്തു കൊടുക്കുന്നതാരാ? വിവാഹം ചെയ്യുന്നത് പുരുഷൻ തനിക്ക് വേണ്ടി താനാ ഏറ്റെടുക്കുന്നത്. എന്നാലോ പെണ്ണിനെ വിവാഹം ചെയ്തു കൊടുക്കേണ്ടതാരാ? പെണ്ണല്ല വിവാഹം ചെയ്തു കൊടുക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിനക്ക് രജിസ്റ്റർ വിവാഹം ചെയ്യാനുള്ള നിയമസാധുത മതേതരത്വ രാജ്യമായ ഇന്ത്യ തന്നേക്കാം അല്ലാഹുവിന്റെ ദീൻ തന്നിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിനക്ക് രജിസ്റ്റർ ഓഫീസിൽ പോയി വിവാഹം ചെയ്യാനുള്ള അനുവാദം നിനക്കൊരു പക്ഷേ രാജ്യം തന്നിട്ടുണ്ടായേക്കാം, അല്ലാഹു തന്നിട്ടില്ല. നിന്റെ ചുമതല പിതാവിന്റെ കയ്യിലാ കൊടുത്തത്. എന്നിട്ട് പിതാവിനോട് മുത്തനബി പറഞ്ഞതെന്താ കേൾക്കു നിങ്ങൾ? വിവാഹം അന്വേഷിക്കണം. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം അന്വേഷിക്കണമെന്ന് മാത്രമല്ല, വിവാഹം അന്വേഷിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നവരെ കണിശമായി പറഞ്ഞുകൊടുത്തു. എന്തിന്? നിന്റെ ജീവിതം നട്ടത്തിലായി പോകാതിരിക്കാൻ. റസൂലുള്ളാഹി എന്നിട്ട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളെ ആരെയാ തെരഞ്ഞെടുക്കേണ്ടത്? അവന്റെ ജോലി എന്തെന്നല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അവന്റെ സൗന്ദര്യം എത്രയുണ്ട് എന്നതല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്. അവന്റെ മതബോധമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പടച്ച റബ്ബിനെ എത്ര ഭയപ്പെടുന്നുണ്ട്. പാതി വഴിയിൽ തന്റെ ഭാര്യ അവൻ വിട്ടേച്ചു പോകുമോ എന്ന് ആലോചിക്കണം. എന്നിട്ട് ബാപ്പ ചിന്തിക്കണം, അവന്റെ കുടുംബത്തെക്കുറിച്ച് പഠിക്കണം. നിങ്ങൾ ആലോചിക്കണം, ഇതെങ്ങനെ കോളേജ് കോമ്പൗണ്ടിൽ വെച്ച് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നിനക്ക് പഠിക്കാൻ കഴിയുമടി. അവൻ പഞ്ചാര വാക്ക് പറഞ്ഞേക്കാം, അവൻ നിന്നെ കീഴ്പ്പെടുത്തിയേക്കാം, അവൻ നിന്നെ മടപ്പെടുത്തിയേക്കാം. പക്ഷേ നിനക്കങ്ങനെ അത് മനസ്സിലാക്കാൻ കഴിയും, വാക്കിലൂടെ മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തെക്കുറിച്ച് പഠിക്കണം എന്ന് പറഞ്ഞത്. അതിനാരെയാ ചുമതലപ്പെടുത്തിയത്? ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത 16 വയസ്സുള്ള നിന്നയല്ല, നിന്റെ നന്മ അല്ലാഹു ആഗ്രഹിച്ചിട്ട് അല്ലാഹു ഇതിനെ ചുമതലപ്പെടുത്തിയത് നിന്റെ വലിയനയാ, പിതാവിനയാ, രക്ഷിതാവിനയാ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പാപ്പയോട് ശ്രദ്ധിക്കാൻ പറഞ്ഞു, രക്ഷിതാവിനോട്. അതുകൊണ്ട് മതബോധത്തിന് റബ്ബിനെ ഭയപ്പെടുന്നവനാണോ എന്ന് ശ്രദ്ധിക്കണം. മാത്രമല്ല അവന്റെ സൽസ്വഭാവം എങ്ങനെയാണെന്ന് പരിശോധിക്കണം. അവന്റെ സ്വഭാവം അറിയണം. സ്വഭാവം അറിഞ്ഞില്ലേ, വായിച്ചില്ലേ നിങ്ങൾ ഇങ്ങനെ പത്രത്തിൽ അവിചാരിതമെന്നോണമാണോ ഈ റിപ്പോർട്ട് വന്നതെന്ന് ഞാൻ ഓർത്തു പോവുകയാണ്. ബോംബെയിലല്ലേ, അത് മുസ്ലിം നാമധാരിയാണ്, പേര് മുസ്ലിമാണ്. അവൻ തന്റെ ഭാര്യയെ ബ്ലേഡ് കൊണ്ട് 100 തവണ ബ്ലേഡ് കൊണ്ട് ശരീരം കീറി മുറിച്ചെന്ന ദുരന്ത വാർത്ത കേട്ടില്ലേ നിങ്ങൾ? 100 തവണയാണ് ബ്ലേഡ് കൊണ്ട് ശരീരത്തിൽ വരഞ്ഞ വെളിവാക്കിയത്. ഇത് കേട്ട് നമ്മൾ വായിച്ചോ? എന്തേ തൊട്ടടുത്ത് വായിച്ചോ നിങ്ങളെ റിപ്പോർട്ടിന്റെ ബാക്കി ഭാഗം? എന്താ റിപ്പോർട്ടിൽ പറഞ്ഞത്? നെറ്റിലൂടെ അറ്റവളായിരുന്ന പെണ്ണ് അങ്ങനെ പെണ്ണുമായി മറ്റൊരു മതസ്ഥയുമായി വിവാഹത്തിലേർപ്പെട്ടതാണ്. മതം മാറാൻ തയ്യാറില്ലെന്ന് പറഞ്ഞപ്പോ ക്രൂരമായ പീഡനങ്ങളായി. മാത്രമല്ല ഇയാൾ മഹാദുസ്വഭാവിയുമാണത്രേ. ക്രൂരമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നത് നീ എടുത്ത സ്വയം തീരുമാനമാ, നിന്നെ അബദ്ധത്തിൽ ചാടിച്ചത്. അതുകൊണ്ട് എന്റെ പെങ്ങളെ നീ അതിന് മുതിരരുത് എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടോ അല്ലാഹുവിന്റെ ഹബീബ് വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ്, വിവാഹമെന്ന് പറഞ്ഞാൽ ഒരു അടിമത്തം പോലെയാണ്. വിവാഹമെന്ന് പറഞ്ഞാൽ ഒരു അടിമത്തം പോലെയാണ്. ഇത് കേൾക്കുമ്പോൾ ആരും മനസ്സിലാക്കണ്ട, പെണ്ണിനെ ഇസ്ലാം അടിമയായി കാണുകയാണെന്നല്ല. വിവാഹം ഒരു അടിമത്തം പോലെയാണെന്ന് പറഞ്ഞാലെന്താ? അനുസരണ നിർബന്ധമാണല്ലോ വിവാഹം കഴിഞ്ഞാൽ. ഞാൻ ചോദിക്കട്ടെ, പുരുഷന്മാരും പലപ്പോഴും അടിമകളാവാറില്ലേ? ഇസ്ലാമിക ലോകത്തിന്റെ അധിപനായിരുന്ന സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ ആരുടെ മുമ്പിലും തോറ്റിട്ടില്ല, തോറ്റവന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുമ്പിലാണ്. അന്നിക്കാഹ് ഒരു ബന്ധനം പോലെയാണ് വിവാഹം. അഹദുക്കും, അതുകൊണ്ട് ഓരോരുത്തരും ചിന്തിക്കണേ, ഐന യലഉ കരീമതഹു, തന്റെ പ്രിയപ്പെട്ട മകളെ ആരുടെ കയ്യിലാ പിടിച്ചേൽപ്പിക്കുന്നതെന്ന് ചിന്തിക്കണമെന്ന് വാപ്പയോട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായ നബിയുനാ റസൂലുള്ളാഹി
വീണ്ടും പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി പറഞ്ഞു, മൻ സവ്വജ കരീമതഹു മിൻ ഫാസിഖിൻ, ഒരാൾ തമ്മാടിയായ ഒരാൾ തന്റെ മകളെ കല്യാണം ചെയ്തു കൊടുത്താൽ ഫഖദ് ഖതഅ റഹിമഹാ, വാപ്പയും മകളും എന്ന ബന്ധം മുറിച്ചു കളഞ്ഞ ആളാണ് അയാളെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. അവൾ ചിന്തിക്ക്, എത്ര കണിശമായ ശ്രദ്ധിക്കാൻ പറഞ്ഞത്, എത്ര കണിശമായ ശ്രദ്ധിക്കാൻ പറഞ്ഞത്. നീ ഇങ്ങനെ ഇന്റർനെറ്റിലൂടെ കളിക്കുമ്പോ ഏതോ ഒരുത്തനെ കണ്ടു നീ നിന്റെ വഴിയിൽ നീ അവനുമായി പരിചയപ്പെട്ടോ, എന്നിട്ടോ ഗൾഫിൽ നിന്ന് ഫോൺ വിളികളായി പരസ്പരം പരിചയപ്പെടലുകളായി നിന്റെ മനസ്സിലേക്ക് അവന്റെ വാക്കുകൾ നിറങ്ങി. നീ എല്ലാം മറന്നുപോയി. പിന്നെ ധർമ്മം നിന്റെ മനസ്സിലേക്ക് വന്നില്ല, ജീവിതം എന്തെന്നതിന്റെ മനസ്സിലേക്ക് വന്നില്ല, നിനക്ക് അപകടം ചെയ്തു. അതല്ലേ പല ഡൈവേഴ്സുകളും നമ്മൾ ഡൈവേഴ്സുകളെ കുറിച്ചും നമ്മൾ കേൾക്കേണ്ടി വന്നത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുന്നു, വലാ യുസബ്ബിജുഹാ മൻ സഅ ഖുലുഖു, ദുസ്വഭാവിയായ ആൾക്ക് മകളെ കല്യാണം ചെയ്തു കൊടുക്കരുത്. ഔ ഖൽഖഹു, കേൾക്കണം, ഔ ഖൽഖഹു, അല്ലെങ്കിൽ സൃഷ്ടിപ്പിൽ വൈകല്യമുള്ള ആളാണ്. നിന്റെ മോളാണെങ്കിലോ വൈകല്യമില്ലാത്ത ആളാ. നിന്റെ മോൾ പെങ്ങളെ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ശബ്ദം മുഴക്കിയ ഒരു നബി ലോകത്ത് മുത്തനബിയല്ലാതെ വേറെ ആരാ? ഔ ഖൽഖഹു, പിതാവേ നിന്റെ പ്രിയപ്പെട്ട മോള് വല്ലാത്ത സുന്ദരിയ, നല്ല ശരീരം അഴകുമുള്ള പെണ്ണാണ്, മേനി അഴകുള്ള പെണ്ണാണ്. ആ പെണ്ണിനെ നീ അംഗവൈകല്യമുള്ള ആൾക്ക് പിടിച്ചു കൊടുക്കല്ലടാ. അവന്റെ ജീവിതമാകെ ടെൻഷനില, അവളുടെ ജീവിതമാകെ ടെൻഷനിലായി പോകും. അതുകൊണ്ട് സൃഷ്ടിപ്പും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, ശരീരത്തിന്റെ വൈകല്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. മനസ്സ് പൊരുത്തത്തോടുകൂടെ ചെയ്യുന്നതിന് വിരോധമില്ല. ഞാൻ അതല്ല പറഞ്ഞത്. പുണ്യനബി ശ്രദ്ധിക്കാൻ പറഞ്ഞ കാര്യം എത്രയാ, എന്നിട്ട് നമ്മൾ പറയാ ആ വിഷയത്തിലൊന്നും ഇങ്ങനെ പ്രത്യേക തീരുമാനമില്ലെന്നോ, ആ വിഷയത്തിലൊന്നും തീരുമാനമില്ലെന്നോ. നിക്കാഹ് നടന്നാൽ പോരെ, വേറെയുള്ള ചടങ്ങുകൾ എങ്ങനെയായാലെന്താ, നിനക്ക് അബദ്ധം പറ്റിയിരിക്കുകയാ. മതപരമായി ബോധം കുറഞ്ഞ ആളാണോ എന്റെ മകൾക്ക് നീ അവളെ ഭർത്താവായി അവനെ തെരഞ്ഞെടുത്താൽ അവൾ പ്രയാസപ്പെട്ടു പോകും. അല്ലെങ്കിൽ അവരുടെ ചെലവ് നടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ആളാണവൻ. അവന്റെ വാപ്പ തന്നെ അവന്റെ ഉമ്മയുടെ കാര്യത്തിൽ ശ്രദ്ധയില്ലാത്ത ആളാ. എന്നാൽ പിന്തിരിഞ്ഞോളണം, കാരണം നിന്റെ മകൾ അവന്റെ കയ്യിൽ സുരക്ഷിതനാവുകയില്ല. അവളോട് അവന്റെ കുടുംബം ഇവളോട് യോജിക്കുന്നില്ല. അതായത് കുഫു ഒത്തിട്ടില്ല, അവൾക്ക് കുഫുവത്തമാരനല്ല. എന്നാൽ നീ അവനെ നിന്റെ മകൾക്ക് ഭർത്താവായി തെരഞ്ഞെടുക്കണ്ട. ഞാൻ എന്തിനു പറഞ്ഞത്, ഒരു ചെറിയ ഉദാഹരണം അതാ ഞാൻ പറഞ്ഞത്. ഞാൻ ഓടിച്ചു പോവുകയാണ്, വിഷയം ടച്ച് ചെയ്യണമെന്നതുകൊണ്ട് ഞാൻ വേഗം ഓടിച്ചു പോവുകയാണ്. ഓരോ പോയിന്റും എൻഗേജ്മെന്റും മൊബൈലും ചുരിദാറും പറയുമ്പോ ഓരോ പോയിന്റും ഇറങ്ങി ചർച്ച ചെയ്യണം. കേവലം 2 മണിക്കൂർ കൊണ്ടെന്ത് പറയാൻ. അതുകൊണ്ട് ഒരു ഒറ്റപ്പാച്ചിൽ മാത്രമേ നടത്തുന്നുള്ളൂ, ഓരോന്നിലേക്ക് ഇറങ്ങി നമ്മൾ പറയുന്നില്ല. ഇങ്ങനെ ഓരോ വിഷയത്തിലും അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായ മാതൃക കാണിച്ചിട്ടുണ്ട്.